വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 13 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. കടുകുമണിയുടെയും പുളിമാവിന്റെയും ഉപമ. വേറൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു. സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സാദൃശ്യം. അത് എല്ലാ വിത്തിനേക്കാൾ ചെറുതാണ്. എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളെക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിന്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്കവിധം മരമായി തീരുന്നു. മറ്റൊരുപമ അവൻ അവരോട് അരുൾ ചെയ്തു. 3 ഇടങ്ങഴി മാവിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന് സാദൃശ്യമാണ് സ്വർഗരാജ്യം. ഇതെല്ലാം യേശു ഉപമകൾ വഴിയാണ് ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തത്. ഉപമകളിലൂടെയല്ലാതെ അവൻ ഒന്നും അവരോട് പറഞ്ഞിരുന്നില്ല. ഞാൻ ഉപമകൾ വഴി സംസാരിക്കും. ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും എന്ന പ്രവാചക വചനം പൂർത്തിയാകാനായിരുന്നു ഇത്. സ്വർഗരാജ്യത്തെ പറ്റിയുള്ള ക്രിസ്തുവിന്റെ ദർശനങ്ങളിൽ ചിലത്. യേശുവിന്റെ ജീവിത വീക്ഷണത്തിൽ ശ്രദ്ധേയമായൊരു പങ്കാണ് സ്വർഗരാജ്യത്തെ പറ്റിയുള്ള തന്റെ തനിമയാർന്ന ദർശനത്തിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ദർശനത്തിന്റെ പ്രത്യേകതകള് അനുവാചകരെ ധരിപ്പിക്കാൻ യേശു പ്രധാനമായും അവലംബിക്കുന്നത് ഉപമകളെയും ചെറുകഥകളെയുമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ 2 ഉപമകൾ യേശു സ്വർഗരാജ്യത്തിന്റെ സ്വഭാവത്തെ പറ്റി പരാമർശിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചു കാണുന്നുണ്ട്. കടുകുമണിയുടെ ഉപമ എന്നും പുളിമാവിന്റെ ഉപമ എന്ന പേരിലുമാണ് അത് പരക്കെ അറിയപ്പെടുന്നത്. കടുകുമണിയുടെ ഉപമയിൽ കൂടെ സ്വർഗരാജ്യത്തിന്റെ സംരക്ഷിത ഭാവത്തെപ്പറ്റി തന്റെ അനുയായികൾക്ക് തെളിവാർന്ന ഒരു ആശയം നൽകാൻ യേശു ഉദ്ദേശിക്കുന്നതായിട്ട് കാണാം. ആ സംരക്ഷിത സ്വഭാവത്തോടു കൂടി തന്നെ മനുഷ്യർക്ക് താങ്ങും തണലും ആകാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം യഥാർത്ഥത്തിൽ സ്വർഗരാജ്യം അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് അത് അവരുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും താങ്ങായിട്ടും തണലായിട്ടും തീരാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് യേശു വ്യക്തമാക്കുന്നു. ആവശ്യനേരത്ത് ആശ്രയിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സ്വർഗരാജ്യത്തെ സംബന്ധിച്ചുള്ള ചിന്ത എന്നും ഇതിൽ നിന്ന് ധ്വനി ഉള്ളതായിട്ട് നമുക്ക് കാണാം. ചെറുതായ വിത്താണ് എന്നുവരികിൽ തന്നെ വിത്ത് പൊട്ടിമുളച്ച് അതിൽ നിന്ന് വൻമരവും ഒരു വടവൃക്ഷവുമായിട്ട് തീരുന്ന ഒരു അനുഭവമാണ് ഈ ഉപമയിൽ കൂടെ വ്യക്തമാക്കുന്നത്. ദൈവവചനം ആകുന്ന ചെറിയ ഒരു വിത്ത് മനുഷ്യഹൃദയത്തിൽ പതിച്ച് വേണ്ട സംരക്ഷണവും പരിപാലനവും അതിന് നൽകാൻ ഇടവരികയാണെങ്കിൽ അത് തനിക്കും സമൂഹത്തിന് മുഴുവനും സംരക്ഷണം പ്രദാനം ചെയ്യാവുന്ന ഒന്നായിട്ടും ജീവിതത്തിൽ ഉടനീളം താങ്ങും തണലുമാകാവുന്ന ഒരു അവസ്ഥയിലേക്കും യഥാർത്ഥത്തിൽ ആശ്രയിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമായിട്ടും മനുഷ്യനെ അനുഭവപ്പെടാവുന്ന ഒരു വസ്തുതയാണ് സ്വർഗരാജ്യം എന്ന ആശയം യേശു ഇതിലൂടെ വ്യക്തമാക്കുന്നതായിട്ട് നാം മനസ്സിലാക്കണം. പുളിമാവിന്റെ ഉപമയിൽ കൂടെ യേശു സ്വർഗരാജ്യത്തിന്റെ മറ്റൊരു വശത്തെ ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കണം. ചെറിയ ഒരു അളവ് പുളിമാവ് താരതമ്യേന വലിയൊരു പിണ്ഡത്തെ പുളിപ്പിക്കാൻ സാധിക്കുന്ന പോലെ ദൈവവചനത്തിന്റേതായിട്ടുള്ള ചെറിയ വിത്തുകൾ അത് പാകപ്പെടുത്തപ്പെട്ട മനസ്സിൽ പതിക്കുമ്പോൾ ആ മനസ്സിലൂടെ അത് വളരാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം വഴി ആ വ്യക്തിക്കും സമൂഹത്തിനൊട്ടാകെയും ഒരു നവജീവൻ പ്രദാനം ചെയ്യാൻ ഇടവരുന്ന, പുതിയ ഉൾക്കാഴ്ചകൾ നൽകാൻ ഇടവരുന്ന, ജീവിതത്തിന് ഉന്മേഷം നൽകാൻ ഇടവരുന്ന ഒരു യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച്
അനുവാചകരെ ധരിപ്പിക്കാൻ വേണ്ടി കൂടിയല്ലേ സ്വർഗരാജ്യത്തെ ഒരു സ്ത്രീ പിണ്ഡം കുളിപ്പിക്കുന്നതിനു വേണ്ടി അതിൽ ചേർത്ത പുളിമാവിനോട് സദൃശമാകുന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഉപമകൾ വഴി യേശു സംസാരിക്കാൻ തന്റേതായിട്ടുള്ള ആശയങ്ങൾ പങ്കുവെക്കാൻ ഇടവരുന്നത് ആകസ്മികമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നും അത് തിരുവെഴുത്തുകളുടെ പൂർത്തീകരണമാണ് യേശു ഇതിലൂടെ നിർവഹിക്കുന്നത് എന്നുമാണ് സുവിശേഷകനായ മത്തായി നമ്മോട് പറഞ്ഞു തരുന്നതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്.